തിരുവനന്തപുരത്ത് കാണാതായ 13-കാരിക്കായി അന്വേഷണം ഊർജിതം. കന്യാകുമാരി കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലിൽ നിർണായകമായ വിവരങ്ങൾ ലഭിച്ചില്ല. CCTVയിൽ എവിടെയും കുട്ടിയുടെ ദൃശ്യമില്ല. ചെന്നൈയിലേക്കും അന്വേഷണം വ്യാപിച്ചു. തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലും പരിശോധനകൾ തുടരുകയാണ്. സുലേഖ ചേരുന്നു. സുലേഖ, ഏത് രീതിയിൽ പുരോഗമിക്കുകയാണ് തെരച്ചിൽ? ഷമി, ഈ കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള കന്യാകുമാരി മുതൽ കന്യാകുമാരി, നാഗർകോവിൽ എന്നിവിടങ്ങളിൽ നിന്ന് തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള ഇടങ്ങളിലെ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ തന്നെയും പോലീസിന്റെയും RPFന്റെയും ഒപ്പം തമിഴ്നാട് പോലീസിന്റെയും സംയുക്ത പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഈ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ 12:30-ക്ക് എത്തിയ ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസ്, അതിലാണ് ഇന്നലെ കുട്ടി കന്യാകുമാരിയിലേക്ക് പോയത്. ഐലൻഡ് എക്സ്പ്രസ്. ആ ഐലൻഡ് എക്സ്പ്രസിൽ 12:30-ക്ക് എത്തിയ സമയത്ത് പരിശോധനയുണ്ടായിരുന്നു. ഈ പരിശോധനയിൽ പക്ഷേ കുട്ടിയുമായി ബന്ധപ്പെട്ട ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ ഒരു പരിശോധന നടത്തിയത് കുട്ടി ഇന്നലെ പോയത് ഇതേ ട്രെയിനിലായതുകൊണ്ട് തന്നെ എങ്ങാനും ഉറങ്ങിപ്പോയിട്ടുണ്ടോ അല്ലെങ്കിൽ വഴി അറിയാതെ കുടുങ്ങിപ്പോയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയത്തിന്റെ പുറത്താണ് ഐലൻഡ് എക്സ്പ്രസിൽ ഇത്തരത്തിലുള്ളൊരു പരിശോധന നടത്തിയത്. പക്ഷേ ഇപ്പോൾ 2:30-ക്ക് എത്തിയ കോട്ടയം എക്സ്പ്രസിലും ഇതേ തരത്തിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു. എല്ലാ കോച്ചുകളിലും കയറി ഇറങ്ങിയുള്ള ഒരു പരിശോധനയാണ് പോലീസ് നടത്തിയത്. ബാത്റൂമുകൾ, അടച്ചിട്ടിടക്കുന്ന ശുചിമുറികളിൽ അടക്കം കയറിയാണ് പോലീസ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടത്തിയത്. പക്ഷേ അതിലൊന്നും തന്നെ കുട്ടിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് നിരാശാജനകമായ ഒരു കാര്യമാണ്. അതിനൊപ്പം തന്നെ ഇപ്പോൾ നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ സർവീസ് അവസാനിപ്പിച്ച ട്രെയിനിലും ഇത്തരത്തിലൊരു പരിശോധന പോലീസ് നടത്തിയിരുന്നു. അതിലും കൂടുതൽ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ കുട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. പക്ഷേ ഈ ട്രെയിനുകൾ കേന്ദ്രീകരിച്ച റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള പോലീസിന്റെ അന്വേഷണം അത് തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് പുറമെ തന്നെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് പുറമെ ഇത്തരത്തിൽ ഈ തമിഴ്നാട് ഭാഗങ്ങളായ കുഴിത്തുറൈ, എരണിയൽ, അതിനൊപ്പം തന്നെ മാർത്താണ്ഡം തുടങ്ങിയ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ തന്നെയും ഇത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. കാരണം ഈ കന്യാകുമാരിയിൽ ഓട്ടോ ഡ്രൈവർ കുട്ടിയെ കണ്ടു എന്ന് പറയുന്ന സമയത്ത് തന്നെ അത് സാധൂകരിക്കുന്ന ഒരു കാര്യമൊന്നും തന്നെ നിലവിൽ അത്തരത്തിലുള്ള തെളിവുകളൊന്നും തന്നെ ലഭിക്കാത്തൊരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ ഈ കുട്ടി വേഷം മാറിയിട്ടുണ്ടെങ്കിൽ അതുകൂടി ഈ ഒരു അന്വേഷണത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നിരുന്നാലും ഈ ട്രെയിനുകൾ കേന്ദ്രീകരിച്ചുള്ള പോലീസിന്റെ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി 5:30-ക്ക് കന്യാകുമാരിയിൽ നിന്നും പുനലൂരിലേക്കുള്ളൊരു മെമു ഉണ്ട്, ഒരു ട്രെയിൻ ഉണ്ട്. ആ ട്രെയിനിൽ കൂടി ഇത്തരത്തിലുള്ള അന്വേഷണം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് പോലീസ് നൽകുന്ന വിവരം എന്ന് പറയുന്നത്. ഈ കോച്ചുകൾ, അതായത് ഈ ട്രെയിനിന്റെ മുഴുവൻ കോച്ചുകളിലും കയറി ഇറങ്ങിക്കൊണ്ട് ഏതെങ്കിലും തരത്തിൽ കുട്ടി ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ടോ എന്നുള്ളൊരു പരിശോധനയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. എന്തായാലും പോലീസിന്റെയും RPFന്റെയും സംയുക്തമായിട്ടുള്ള ഒരു തിരച്ചിലാണ് ഈ കുട്ടിക്ക് വേണ്ടി ട്രെയിനുകളിലും ഒപ്പം റെയിൽവേ സ്റ്റേഷനുകളിലും നടക്കുന്നത്. അതിനൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനുകളിലെ CCTVകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഷമി, സുലേഖയാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്ന തെരച്ചിലിന്റെ വിശദാംശങ്ങൾ നൽകിയത്.